വന്ദിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന ആംഗലേയ എഴുത്തുകാരി ദ ബെൽജാർ എന്ന് പറയുന്ന തൻ്റെ ആത്മകഥയിൽ തൻ്റെ ജീവിതത്തെ തന്നെ ഒരത്തിമരത്തോട് ഉപമിച്ചുകൊണ്ട് ഇങ്ങനെ കോറിയിട്ടിരിക്കുന്നു. കഥയിലെ പച്ച പിടിച്ചു നിൽക്കുന്ന അത്തിമരം പോലെ എൻ്റെ ജീവിതം പടർന്നു പന്തലിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഓരോ അത്തിമരത്തിൻ്റെ കൊമ്പിൻ്റെ തുഞ്ചത്തും ചുവന്നു തുടുത്തു നിൽക്കുന്ന അത്തിപ്പഴങ്ങൾ പോലെ ശോഭനമായിരിക്കുന്ന ഒരു ഭാവി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. തുടർന്ന് സിൽവിയ പ്ലാത്ത് പറയുകയാണ്, ഈ അത്തിമരത്തിന്റെ കൊമ്പത്ത് നിൽക്കുന്നതായ തുഞ്ചത്ത് നിൽക്കുന്നതായ ഓരോ അത്തിപ്പഴവും എന്താണ് എന്ന്. അവർ പറയുന്നു, ഒരത്തിപ്പഴമെന്ന് പറയുന്നത് തൻ്റെ ഭർത്താവും മക്കളും ഒക്കെ ചേർന്നുള്ള സന്തോഷകരമായിരിക്കുന്ന തൻ്റെ കുടുംബം. മറ്റൊരു അത്തിപ്പഴമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരിയായിരിക്കുന്ന അധ്യാപിക. മറ്റൊരു അത്തിപ്പഴമെന്ന് പറയുന്നത് ലോകം അറിയുന്നതായ ഒരു എഴുത്തുകാരി. ഇങ്ങനെ തൻ്റെ അടുത്തും തനിക്ക് അകലെയുമായി തനിക്ക് പേരെടുത്തു പറയുവാൻ കഴിയുന്നതും പേരെടുത്തു പറയുവാൻ കഴിയാത്തതുമായ അനേകം അത്തിപ്പഴങ്ങൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് സിൽവിയ പ്ലാത്ത് കാണുകയാണ്. തുടർന്ന് അവരിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആ അത്തിമരത്തിന്റെ കവരത്തിലിരുന്ന് ഞാൻ വിശന്ന് ചാകുന്നതായിട്ട് ഞാൻ കാണുന്നു. കാരണം ഏത് അത്തിപ്പഴം പറിക്കണമെന്ന് എനിക്കറിയില്ല. ഏത് അത്തിപ്പഴം പറിക്കണമെന്നറിയാതെ എൻ്റെ ജീവിതമാകുന്ന അത്തിമരത്തിന്റെ കവരത്തിലിരുന്ന് ഞാൻ വിശന്ന് ചാകുമ്പോൾ ആ അത്തിമരത്തിൽ നിന്ന് ഓരോരോ അത്തിപ്പഴങ്ങൾ പഴുത്ത് കറുത്ത് എൻ്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ വന്ന് വീണുകൊണ്ടേ ഇരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും ചിന്തോദ്ദീപകങ്ങളായിരിക്കുന്ന വാക്കുകളാണ് നാം കേട്ടത്. അനന്ത സാധ്യതകളുമായിട്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ആയുസ്സിന്റെ നദി ഓരോ ദിവസവും ഒഴുകി നീങ്ങും തോറും അത്തിമരത്തിൽ നിന്ന് ഓരോരോ അത്തിപ്പഴങ്ങൾ കൊഴിഞ്ഞു വീണു പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സാധ്യതകൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. നല്ലതിനെ തെരഞ്ഞെടുക്കുവാനും തെറ്റായതിനെ തള്ളിക്കളയുവാനും നമുക്ക് സാധിക്കണം. നല്ലതിനെ തെരഞ്ഞെടുക്കുവാനും തെറ്റായതിനെ തള്ളിക്കളയുവാനും സാധിക്കാത്തവരെ കാലം തള്ളിക്കളയുമെന്നുള്ളത് ഒരു വലിയ ചരിത്ര സത്യം തന്നെയാണ്. ഈ രീതിയിൽ നല്ലതിനെ തെരഞ്ഞെടുക്കുവാനായിട്ട് മറന്നുപോവുകയും എന്നാൽ അരുതാത്തതിനെ തൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്തതിനാൽ ഇസ്രയേലിലെ ചരിത്രത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ദിവസത്തിന്റെ ധ്യാന വിഷയമായി നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. പരിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 38 വാക്യം. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായം 38 വാക്യം. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, നീ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പ, നീ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഒത്തിരി പ്ലസ് പോയിന്റ്സ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഏശാവ്. ദൈവത്തെ സ്നേഹിച്ച വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ കൊച്ചുമകനാണ് ആര്? ഏശാവ്. അതുപോലെ തന്നെ പിതാവായിരിക്കുന്ന ഇസഹാക്ക് തന്റെ സ്നേഹഭാജനമായി തെരഞ്ഞെടുത്ത പുത്രനാണ് ഏശാവ്. ജന്മം കൊണ്ട് തന്നെ അപ്പന്റെ കണക്ക് കൂട്ടിയാൽ ഒടുങ്ങാത്തതായ സ്വത്തിന്റെ ഇരട്ടി ഓഹരിക്ക് അവകാശിയാണ് ആര്? ഏശാവ്. ഈ ഏശാവാണ് അപ്പന്റെ കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, അപ്പ നിനക്കൊരനുഗ്രഹം മാത്രമേ ഉള്ളുവോ, നീ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത്. പ്രിയമുള്ളവരെ, ഏശാവിന്റെ നിലവിളിയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ കാലഘട്ടവുമായി ചേർത്ത് ചിന്തിച്ചാൽ അതിന്റെ ആഴം കിട്ടത്തില്ല. കാരണം ഇന്നിന്റെ ലോകം ചെയ്യാത്തൊരു കാര്യമാണ് ആര് ചെയ്യുന്നത്? ഏശാവ് ചെയ്യുന്നത്. അപ്പന്റെ കാൽച്ചുവട്ടിൽ ചെന്നുകൊണ്ട് നിലവിളിക്കുന്നു. അതും ഇന്നിന്റെ മക്കൾക്ക് വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയാണ്? അപ്പന്റെ അനുഗ്രഹത്തിന് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് പിതാക്കന്മാരുടെ പേര് വേണം, അവരുടെ കുടുംബമഹിമ നമുക്ക് അത്യാവശ്യമാണ്, അവരുടെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെ നമുക്ക് വേണം. അവർ നേടിയെടുത്തതായ സമ്പത്തും സ്വത്തുമൊക്കെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാം ഇന്നിന്റെ ലോകത്ത് നമുക്ക് വേണം. പക്ഷെ നമുക്ക് വേണ്ടാത്തതായ രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? നമുക്ക് ഈ പിതാക്കന്മാരെയും വേണ്ട, അവരുടെ അനുഗ്രഹങ്ങളും വേണ്ട. നമുക്ക് ഈ പിതാക്കന്മാരെയും വേണ്ട, അവരുടെ അനുഗ്രഹങ്ങളും വേണ്ട. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. എന്നാൽ ഇനി ചൊല്ലാകെ മാറിയിരിക്കുക. അച്ഛൻ കൊമ്പത്തുമല്ല അമ്മ വരമ്പത്തുമല്ല,
ഇവർ ഇരുവരും എവിടെയായി പോകുന്നു? ഇവർ ഇരുവരും പുറമ്പോക്കിലേക്ക് ആയി പോകുക. അതുകൊണ്ട് അപ്പന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴുള്ള ഈ പുത്രന്റെ നിലവിളിയുടെ ആഴം നാം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് യഹൂദ ജനതയുടെ സാഹചര്യത്തിലേക്ക്, പൂർവികരുടെ സാഹചര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. യഹൂദന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, തന്നെ മെനഞ്ഞുണ്ടാക്കിയ സർവശക്തനായ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ തന്റെ ജീവിതത്തിൽ തൊട്ടടുത്ത സ്ഥാനം ആർക്കാ നൽകുന്നത്? പിതാക്കന്മാർക്കാ നൽകുന്നത്. അവന്റെ ആരാധന വ്യവസ്ഥിതിയിലൊക്കെ നമുക്കത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. സുനഗോഗ് ആരാധനയിൽ യഹൂദൻ ആരും ഇരിക്കാത്തതായ 2 ചെയർ സുനഗോഗുകളിൽ പ്രത്യേകിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതാരെയൊക്കെ പ്രതിയാണെന്ന് അറിയാമോ? തങ്ങളുടെ പൂർവിക പിതാക്കന്മാരായിരിക്കുന്ന മോശയെ പ്രതിയും ഏലിയാവിനെ പ്രതിയും. കാരണം യഹൂദന്റെ വിശ്വാസം ഇതാണ്, തങ്ങളുടെ പൂർവികരായിരിക്കുന്ന മോശയോടും ഏലിയാവിനോടും ഒപ്പമാണ് ഞങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയെ ആരാധിക്കുന്നു. അതുപോലെ പെസഹ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലെ പൈതലായിരിക്കുന്ന ബാലൻ ഏറ്റവും പ്രായം കൂടിയിരിക്കുന്ന പിതാവിനോടാണ് ചോദിക്കുന്നത്, പിതാവേ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പെസഹ പെരുന്നാള് ആചരിക്കുന്നത്? അപ്പോൾ പിതാവാണ് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത്, മകനെ, പണ്ട് നമ്മുടെ പൂർവികര് മിസ്രൈമിൽ അടിമകളായിരുന്നുവെന്നും അവിടെ നിന്ന് ദൈവം തമ്പുരാൻ തന്റെ സംഹാര ദൂതനെ അയച്ചുകൊണ്ട് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മുടെ ഭവനങ്ങളെ കാത്തു സംരക്ഷിച്ച് മിസ്രൈമിയ കടിഞ്ഞൂലുകളെ സംഹരിച്ച് അവിടെ നിന്നൊരു വിമോചനം നമുക്ക് നൽകിയെന്നുമുള്ള രക്ഷാ ചരിത്രത്തെ പൈതങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ പിതാവാണ്. അതേ രീതിയിൽ തന്നെയാണ് പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളെയും യഹൂദൻ കണക്കാക്കിയിരുന്നത്. ഒരു വിൽപത്രം എഴുതി നൽകുന്നത് പോലെയാണ് എന്തെന്ന് പറയുന്നത്? പിതാക്കന്മാരുടെ അനുഗ്രഹം എന്നുള്ളത്. നമുക്കറിയാം, ഇന്നൊരു വിൽപത്രം എപ്പോൾ എഴുതി കൊടുത്താലും നമ്മൾ ജീവനോടിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് മാറ്റി എഴുതാം. എന്നാൽ പിതാക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നേരെ മറിച്ച, ഒരു സമയത്ത് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു വാക്ക് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ പറ്റത്തില്ല. ജീവന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി പൂർണ്ണമായിട്ട് പകർന്നു കൊടുക്കുന്നത് പോലെയാണ്. ഏലിയാവ് എലീശയെ അനുഗ്രഹിച്ചതുപോലെ ജീവശക്തി, ആത്മശക്തി പൂർണ്ണമായിട്ട് പകർന്നു കൊടുക്കുന്നത് പോലെയാണ് പിതാക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. കേൾക്കുന്ന ദൈവജനമേ, ഈ അനുഗ്രഹം, തൻ്റെ അപ്പന്റെ ജീവന്റെ ശക്തി, തൻ്റെ അപ്പന്റെ ആത്മാവിന്റെ ശക്തിയാകുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മകനായിരിക്കുന്ന ഏശാവ് നിലവിളിക്കുന്നത്. ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3 കാരണങ്ങളാണ് ഈ രാത്രിയുടെ ധ്യാന വിഷയമായിട്ട് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നത്. 2021 എന്നുള്ള ഒരു പുതിയ വർഷത്തെ നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നിലവിളിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതായ 3 കാരണങ്ങൾ. ഒന്നാമതായിട്ട് ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച ഒന്നാമത്തെ കാരണം, ജന്മം കൊണ്ട് ലഭിച്ച അനുഗ്രഹത്തെ കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്തിയ മനുഷ്യനായിരുന്നു ആര്? ഏശാവ് എന്നുള്ളത്. നമുക്കറിയാം, ഏശാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ജന്മം കൊണ്ട് ഏശാവിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരുന്നു? ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്ന അനുഗ്രഹം. കാരണം ഒത്തിരി അനുഗ്രഹങ്ങൾ ഒരു ചുരുക്കപ്പേരാണ് എന്തെന്ന് പറയുന്നത് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്. ദൈവം അബ്രഹാം പിതാവിനോട് ഒരു അരുളപ്പാട് കൊടുക്കുന്നു, ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ആക്കി തീർക്കും. ഈ ദൈവിക വാഗ്ദാനം അത് പൂർത്തിയാകപ്പെടുന്നത് ആരിലൂടെയാണ്? അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ഇസഹാക്കിന്റെ പുത്രനായിരിക്കുന്ന ഏശാവിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് നാഥൻ ആരാണ് നാഥനായി തീരുന്നത്? മൂത്ത മകൻ ആരോ അദ്ദേഹമാണ് ആ കുടുംബത്തിന് നാഥനായി തീരുന്നത്. ജന്മം കൊണ്ട് തന്നെ പിതാവിന്റെ സ്വത്തിന്റെ ഇരട്ടിയോരുടെ അവകാശം ആർക്കാ കിട്ടുന്നത്? ജ്യേഷ്ഠാവകാശം കൈവശമുള്ള പുത്രനാണ് അപ്പന്റെ സ്വത്തിന്റെ ഇരട്ടി ഓഹരി കിട്ടുന്നത്. അതിലും ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? മശീഹ തമ്പുരാനെ തന്റെ വംശാവലിയിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള അധികാരം. ജ്യേഷ്ഠാവകാശം കൈവശമുണ്ടായിരുന്നുവെങ്കിൽ മശീഹ തമ്പുരാനെ തന്റെ വംശാവലിയിൽ സ്വീകരിക്കുവാനുള്ള അധികാരം ആർക്ക് കിട്ടിയനമായിരുന്നു? ഏശാവിന് കിട്ടിയനം. എന്നാൽ ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ കർമ്മം കൊണ്ട് ആര് നഷ്ടപ്പെടുത്തി കളയുന്നു? ഏശാവ് നഷ്ടപ്പെടുത്തി കളയുന്നു. പരിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 31-ഉം 32-ഉം വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 31-ഉം 32-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് നീ എനിക്ക് തരിക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. അത് യാക്കോബിന് നൽകിയതായിട്ട് സത്യം ചെയ്യുക.
ഏശാവിനോട് യാക്കോബ് പറയുകയാണ്, ഞാൻ ഉണ്ടാക്കിയതായ പയറുപായസം ഞാൻ നിനക്ക് തരാം, നീ എന്ത് ചെയ്യണം, നിന്റെ ജ്യേഷ്ഠാവകാശം നീ ഇന്ന് എനിക്ക് തരിക എന്ന് പറഞ്ഞു. അതിന് ഏശാവ് പറയുകയാണ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, പിന്നെ എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റതായിട്ട് അവൻ സത്യം ചെയ്തു കൊടുക്കുന്നു. നോക്കിക്കേ, ജന്മം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്ന ജ്യേഷ്ഠാവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് തൻ്റെ വിശപ്പിന് ഉത്തരമായിരിക്കുന്ന പയറുപായസം ഏശാവ് വയ്ക്കുക. ഒരു ത്രാസിൽ എന്ന വണ്ണം ഏശാവ് ഇതൊന്ന് തൂക്കി നോക്കുന്നു. അവൻ ഏത് ത്രാസിനാണ് ഭാരം കാണുന്നത്? അവൻ ജ്യേഷ്ഠാവകാശത്തിന്റെ ത്രാസിന് വലിയ ഭാരമൊന്നും കണ്ടില്ല, പയറുപായസത്തിന്റെ ത്രാസിന് ഭാരം കണ്ടു. അവൻ പയറുപായസം സ്വന്തമാക്കി ജ്യേഷ്ഠാവകാശം വിട്ടുകൊടുത്തതായിട്ട് സത്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജന്മം കൊണ്ട് കിട്ടിയ അവകാശത്തെ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നിലവിളിക്കേണ്ടതായിട്ട് വരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിൽ ഇതുപോലെ ജന്മം കൊണ്ട് കിട്ടിയ അവകാശത്തെ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നഷ്ടപ്പെടുത്തി നിലവിളിക്കുന്നതായ 2 മനുഷ്യരെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളായിരിക്കുന്ന ആദമും ഹവ്വയും. ആദമിനും ഹവ്വയ്ക്കും ജന്മം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വർഗീയ പറുദീസയായിരിക്കുന്ന ഏദൻ തോട്ടത്തിലെ വാസം എന്നുള്ളത്. രാവിലെയും വൈകിട്ടും ദൈവത്തെ കാണാനായിട്ട് കഴിയും, ദൈവത്തോടൊപ്പം നടക്കാനായിട്ട് കഴിയും, ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയും. ആകുലതകളും വ്യാകുലതകളും പ്രശ്നവും പ്രയാസവും ഒന്നുമില്ല, ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതത്തിൻ്റെ അവസ്ഥ. എന്നാൽ ഒരു ഫലത്തോട് തോന്നിയ, കാണാൻ കൊള്ളാവുന്ന ഒരു ഫലത്തോട് തോന്നിയ മോഹത്താൽ ആദമും ഹവ്വയും ജന്മം കൊണ്ട് കിട്ടിയ അവകാശത്തെ നഷ്ടപ്പെടുത്തി. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അന്ന് ആദമും ഹവ്വയും പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം എല്ലാവരും എവിടെയാ? ഈ ഭൂമിയിൽ കിടന്ന് കഷ്ടതയും യാതനയും ഒക്കെ അനുഭവിക്കേണ്ടതിന് എന്തെങ്കിലും ആവശ്യകത നമുക്കുണ്ടോ? എന്തിനാ മശിഹാ തമ്പുരാന് ഭൂമിയിലേക്ക് കടന്നു വരുവാനും കഷ്ടത അനുഭവിച്ച് കാൽവറിയിലെ ക്രൂശിൽ യാഗമായി തീരേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? ഒരാവശ്യകതയില്ല. കാരണം നമ്മളെല്ലാവരും എവിടെയാണ്? സ്വർഗീയ പറുദീസയാകുന്ന ഏദൻ തോട്ടത്തിലാണ്. എന്നാൽ കാണാൻ കൊള്ളാവുന്ന ഒരു ഫലത്തോട് ആദമിനും ഹവ്വയ്ക്കും മോഹം തോന്നിക്കഴിഞ്ഞപ്പോൾ ആദമും ഹവ്വയും മാത്രമല്ല, മനുഷ്യജാതി മുഴുവനും നിലവിളിക്കുന്നതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെ ജന്മം കൊണ്ട് ദൈവം തമ്പുരാൻ 3 പ്രത്യേകത നൽകിയ ഒരു മനുഷ്യനെ നാം അവിടെ കാണുന്നുണ്ട്. ന്യായാധിപനായിരിക്കുന്ന ശിംശോന് ജന്മം കൊണ്ട് ദൈവം 3 പ്രത്യേകതകളാണ് നൽകിയത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വീഞ്ഞും മദ്യവും കുടിക്കരുത്. രണ്ടാമത്തെ പ്രത്യേകത, ജീവപര്യന്തം അവൻ ദൈവത്തിന് നാസീറായിരിക്കും. 3-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ഈ 3 പ്രത്യേകതകളും അതേ രീതിയിൽ കാത്തുപരിപാലിച്ച ശിംശോനെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ ബാലസിംഹത്തെ ആട്ടിൻകുട്ടി എന്നവണ്ണം കീറിക്കളഞ്ഞു. അത്രമാത്രം ദൈവീക ബലം കൊണ്ട് നിറഞ്ഞ മനുഷ്യനായിരുന്നു ആര്? ശിംശോൻ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീടുള്ള ശിംശോന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഈ ഓരോ പ്രത്യേകതകളും ശിംശോൻ നഷ്ടപ്പെടുത്തി. ഏറ്റവും ആദ്യം അവൻ വീഞ്ഞും മദ്യവും കുടിച്ചു, അവന്റെ ബലത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. രണ്ടാമത് അവൻ നാസീർ വ്രതം തെറ്റിച്ചു, വീണ്ടും ബലത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. ഏറ്റവും ഒടുവിൽ തന്റെ ബലത്തിന് ആധാരമായിരിക്കുന്ന തലയിലെ 7 ജടകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫെലിസ്ത്യർ അവനെ പിടിച്ചുകൊണ്ടുപോവുകയും അവന്റെ കൈകാലുകൾ ബന്ധിക്കുകയും അവന്റെ കണ്ണ് ചൂടുന്നെടുക്കുകയും അവരുടെ ആലയത്തിൽ അവനെ ബന്ധനസ്ഥനാക്കിയിടുകയും ചെയ്തു. അവിടെ കിടന്ന് നിലവിളിക്കുന്നവനായ ഒരു ശിംശോന്റെ ചിത്രം പ്രിയരെ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നിലവിളിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ജന്മം കൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നസ്രയനായിരിക്കുന്ന ക്രിസ്തുവ നമുക്ക് ജന്മം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ മാതാപിതാക്കൾ ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നമ്മുടെ സഹോദരങ്ങൾ ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളായിരിക്കുന്ന കുടുംബം, നാം ആയിരിക്കുന്നതായ ദേശം, ഇതൊക്കെ നമുക്ക് ജന്മം കൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നിലവിളിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ചുറ്റുപാടിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്ത് ഉയർന്നു നിന്നിരുന്ന പല കുടുംബങ്ങളും ഇന്ന് തകർന്ന് തരിപ്പണമായി പോകാനുള്ള കാരണം എന്താ? ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ പിന്നീട് വന്ന തലമുറ
കർമ്മം കൊണ്ട് നിലനിർത്താതിരുന്നതിനാലാണ് ആ കുടുംബങ്ങളൊക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായി പോയത്. നമ്മൾ ആരെ പോലെ ആകണമെന്നറിയാവോ? നമ്മൾ അപ്പോസ്തലന്മാരെ പോലെ ആകണം. അപ്പോസ്തലന്മാര് ജന്മം കൊണ്ട് നല്ല ഒന്നാം തരം മീൻപിടുത്തക്കാരാണ്. ഒരു മീൻപിടുത്തക്കാരന് വേണ്ട എല്ലാ ക്വാളിറ്റിയും അവരുടെ ജീവിതത്തിലുണ്ട്. കർമ്മം കൊണ്ട് അവര് ക്രിസ്തുവിനെയും കൂടി നേടിയെടുത്ത് കഴിഞ്ഞപ്പോൾ മീൻ പിടിക്കുന്നവര് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറ്റപ്പെടുകയാണ്. കർമ്മം കൊണ്ട് ക്രിസ്തുവിനെയും കൂടി നേടിയെടുത്ത് കഴിഞ്ഞപ്പോൾ മീൻ പിടിക്കുന്ന അപ്പോസ്തലന്മാർ മനുഷ്യരെ പിടിക്കുന്നവരായി മാറ്റപ്പെടുന്നു. APJ അബ്ദുൽ കലാം ജന്മം കൊണ്ട് ആരായിരുന്നു? APJ അബ്ദുൽ കലാം ജന്മം കൊണ്ട് വെറും ഒരു തമിഴ്നാട്ടുകാരൻ ബാലം മാത്രം. എന്നാൽ അദ്ദേഹം കർമ്മം കൊണ്ട് ലോകമറിയുന്ന ഒരു സയന്റിസ്റ്റ് ആയിട്ട് വളർന്നു. കർമ്മം കൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പുരുഷനായിട്ട് ആര് മാറ്റപ്പെട്ടു? APJ അബ്ദുൽ കലാം മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നിലവിളിക്കേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ട് ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച രണ്ടാമത്തെ കാരണം, തന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവിക മുന്നറിയിപ്പിനെ ആരവഗണിക്കുന്നു? ഏശാവ് അവഗണിക്കുന്നു. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ താലന്തുകളുടെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്നതായ സമയത്ത് തന്റെ ദാസന്മാരെ അരികൾ വിളിച്ച് അവർക്ക് താലന്തുകൾ വിഭജിച്ച് നൽകുന്നു. ഒന്നാമത്തവനെ വിളിച്ചു, അവൻ എത്ര താലന്ത് കൊടുത്തു? 5 താലന്ത് കൊടുത്തു. രണ്ടാമത്തവനെ വിളിച്ചു, അവൻ എത്ര താലന്ത് കൊടുത്തു? 2 താലന്ത് കൊടുത്തു. മൂന്നാമത്തവനെ വിളിച്ച് അവന് 1 താലന്ത് കൊടുത്തു. യജമാനൻ ദൂരദേശത്തേക്ക് പോയി. ഒത്തിരി നാളുകൾക്ക് ശേഷം യജമാനൻ തിരികെ വരിക. തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ദാസൻ വന്ന് യജമാന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 5 താലന്ത തന്നത്, ഞാനിതാ 5 കൂടെ സമ്പാദിച്ചിരിക്കുന്നു, മൊത്തം 10 എന്ന് പറഞ്ഞ് യജമാന്റെ കയ്യിലേക്ക് കൊടുത്തു. യജമാൻ അവനോട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. വന്ന് നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദാസന് വന്നു, യജമാനോട് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്ത തന്നത്, ഞാനിതാ 2 കൂടെ സമ്പാദിച്ചിരിക്കുന്നു, മൊത്തം 4 എന്ന് പറഞ്ഞു. യജമാനൻ അവനോടും അതേ മറുപടി തന്നെ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. മൂന്നാമത്തെ ദാസനെയാണ് നമ്മളൊന്ന് പഠന വിഷയമാക്കേണ്ടത്. മൂന്നാമത്തെ ദാസൻ യജമാന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് യജമാനോട് പറഞ്ഞു, എന്റെ യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമായ കഠിന ഹൃദയൻ എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഞാൻ നിന്റെ താലന്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഇതാ ഞാൻ കുഴി മാന്തി ആ താലന്ത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു, നിന്റേത് എടുത്തുകൊള്ളാനായിട്ട് പറയുക. യജമാനൻ അവനോട് പറയുന്ന മറുപടിയാണ് 25-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇങ്ങനെയാ പറയുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനും എന്ന് നീ അറിഞ്ഞിരുന്നു. നീ എന്ത് ചെയ്യണമായിരുന്നു? നീ എൻ്റെ താലന്ത് കൊണ്ടുവന്ന് പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കണമായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് പലിശയോടുകൂടെ വാങ്ങുകയില്ലായിരുന്നു. അങ്ങനെ ചെയ്യാഞ്ഞതിനാൽ എന്താ ചെയ്യുന്നത്? യജമാനൻ അവനെ പുറത്തെ ഇരുളിലേക്ക് തള്ളിക്കളയുന്നു. അവന്റെ കൈവശം ഉണ്ടായിരുന്ന 1 താലന്ത് എടുത്ത് 10 കൈവശത്തിലേക്ക്, അവന്റെ 10 കയ്യിലേക്ക് കൊടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്താ ഈ മൂന്നാമത്തെ ദാസനെ പുറത്തെ ഇരുളിലേക്ക് തള്ളിക്കളയാനുള്ള കാരണം? വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മൂന്നാമത്തെ ദാസൻ അറിയാമായിരുന്നു തന്റെ യജമാനൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന്. അവൻ പറയുന്നുണ്ട്, എൻ്റെ യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമായ കഠിന ഹൃദയൻ എന്ന് ഞാൻ അറിയുന്നു. തൻ്റെ യജമാനൻ എങ്ങനെയുള്ളവനെന്ന് അറിഞ്ഞിട്ടും അവന്റെ മനസ്സിനൊത്തവണ്ണം പ്രവർത്തിക്കാതിരുന്നതിനാലാണ് ഈ മൂന്നാമത്തെ ദാസൻ പുറത്തെ ഇരുളിലേക്ക് തള്ളപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഇതേ രീതിയിൽ തന്നെ ഏശാവ് ജനിക്കുന്നതിന് മുൻപും ഏശാവിനെ കുറിച്ചും ഒരു ദൈവിക അരുളപ്പാടുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന് 25-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഏശാവിന്റെ ജനനത്തിന് മുൻപ് തന്നെ ഏശാവിന്റെ അമ്മയായിരിക്കുന്ന റിബേക്കയ്ക്ക് ദൈവം തമ്പുരാൻ ഒരു അരുളപ്പാട് നൽകുന്നുണ്ട്. നാം അരുളപ്പാട് ഇങ്ങനെയാ വായിക്കുന്നത്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേർപിരിയും, ഒന്ന് മറ്റേതിലും ശക്തിയുള്ളതായി തീരും, മൂത്തവൻ ഇളയവനെ സേവിക്കും. റിബേക്കയോട് ദൈവം തമ്പുരാൻ പറയുക, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേർപിരിയും, ഒന്ന് മറ്റേതിലും ശക്തിയുള്ളതായി തീരും, മൂത്തവൻ ഇളയവനെ സേവിക്കും. നമുക്കറിയാം, ന്യൂസ് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആകുന്നത് ആരിൽ നിന്നാണ്? സ്ത്രീകളിൽ നിന്നാണോ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണോ? ഒരു കാര്യം ആരും അറിയരുത് എന്ന് പറഞ്ഞ് നമ്മൾ സ്ത്രീകളോട് രഹസ്യമായിട്ടൊന്ന് പറഞ്ഞാൽ മതി,
മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുഴുവൻ അറിയും. എന്തായാലും ന്യൂസ് പുരുഷന്മാരെക്കാൾ അധികമായിട്ട് സ്പ്രെഡ് ആകുന്ന എവിടെ നിന്നാണ്? സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് തന്നെ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്മയായിരിക്കുന്ന റിബേക്കയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ ദൈവിക മുന്നറിയിപ്പിനെ പറ്റി അമ്മയിലൂടെയും ദാസിമാരിലൂടെയും ഒക്കെ ആരറിഞ്ഞിട്ടുണ്ട്? ഏശാവ് അറിഞ്ഞിട്ടുണ്ട്. താൻ തന്നെ അനുജനായിരിക്കുന്ന യാക്കോബിന്റെ ശുശ്രൂഷക്കാരനായി തീരുമെന്നുള്ള ദൈവിക മുന്നറിയിപ്പിനെ പറ്റി അറിഞ്ഞിട്ടും അത് മാറ്റുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നതിനാലാണ് ഏശാവ് നിലവിളിക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റാനായിട്ട്, ദൈവത്തെ കൊണ്ട് മറ്റൊരു തീരുമാനം എടുപ്പിക്കാനായിട്ട് മനുഷ്യന് പറ്റുമോ? വേദപുസ്തകം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി മറ്റൊരു തീരുമാനം ദൈവത്തെ കൊണ്ട് എടുപ്പിക്കുവാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? മനുഷ്യന് സാധിക്കും. 3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ഒന്നാമത്തെ ഉദാഹരണം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സോർ സീദോൻ പ്രദേശത്ത് ഒരു കനാന്യക്കാരത്തി സ്ത്രീ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവെ, എൻ്റെ മകൾക്ക് കഠിനമായിരിക്കുന്ന ഭൂതോപദ്രവം ഉണ്ടായിരിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? നീ എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. കർത്താവ് മുന്നോട്ട് നടന്നു പോകുന്നു. വീണ്ടും സ്ത്രീ കർത്താവിന്റെ പിന്നാലെ വന്നുകൊണ്ട് നിലവിളിക്കുന്നു. ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഈ സ്ത്രീയെ പറഞ്ഞയക്കണമേ എന്ന് പറയുക. കർത്താവ് നിന്നുകൊണ്ട് ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ഇസ്രായേൽ ജനത്തിലെ കാണാതെ പോയിരിക്കുന്ന ആടുകളുടെ അടുക്കിലേക്കാ എന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും മക്കളുടെ അപ്പം എടുത്ത് ആർക്ക് കൊടുക്കത്തില്ല? നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. കർത്താവ് തന്നെ തീരുമാനം പറയുകയാണ്, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല. ഞാൻ ഒരിക്കലും അവളുടെ മകളെ സൗഖ്യമാക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ സ്ത്രീയുടെ ഒരു മറുപടിയുണ്ട്. സ്ത്രീ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തന്നെയല്ലേ ഭക്ഷിക്കുന്നത്? അത് കേട്ട് കഴിഞ്ഞ ഉടനെ കർത്താവ് സ്ത്രീയോട് പറയുന്നത് ഒരു മറുപടിയുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, ഈ നിമിഷം തന്നെ നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, കനാന്യക്കാരത്തിയുടെ മകളെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ കർത്താവ് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഒരിക്കലും മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. ഞാൻ അവളുടെ മകളെ സൗഖ്യമാക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ശക്തമായിരിക്കുന്ന വിശ്വാസവുമായി കർത്താവിന്റെ പിന്നാലെ സ്ത്രീ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ തന്റെ തീരുമാനത്തെ മാറ്റുന്നു. ആ നിമിഷം തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം നൽകും. ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റാനായിട്ട് മനുഷ്യന് പറ്റും. ഒന്നാമത് നമുക്ക് വേണ്ടത് എന്താണ്? കനാന്യക്കാരത്തി സ്ത്രീയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരായിട്ട് മാറണം. രണ്ടാമത്തെ ഉദാഹരണം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്കതായ രോഗം ബാധിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവനോട് പറയുന്നു, നിന്റെ ഗൃഹകാര്യം നീ വേഗത്തിൽ ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും എന്ന് പറയുക. ഹിസ്കിയാവിന് മരിക്കത്തക്കതായിരിക്കുന്ന രോഗം ബാധിച്ചു. പ്രവാചകൻ വന്നിട്ട് ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം നീ വേഗത്തിൽ ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിച്ചു പോകും. ഹിസ്കിയാവിനെ സംബന്ധിച്ച് ദൈവം ഒരു തീരുമാനം എടുത്തു. ഇനിയും അവൻ ആയുസില്ല, അവൻ മരിച്ച് പോകും. പക്ഷെ ഹിസ്കിയാവ് എന്താ ചെയ്യുന്നത്? ഹിസ്കിയാവ് തന്റെ മുഖം ചുവരിന് നേരെ തിരിച്ച് നാവെടുത്തൊരു വാക്കുപോലും ഉരിയാടാതെ കണ്ണുനീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തിരുവചനം സാക്ഷീകരിക്കുന്ന ഇങ്ങനെയാണ്, ആ നിമിഷം തന്നെ വീണ്ടും യെശയ്യാ പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു. നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയുക, ഞാൻ അവന്റെ കണ്ണുനീര് കണ്ടവന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഞാൻ അവന്റെ ആയുസ്സിനോട് എത്ര സംവത്സരം കൂട്ടി നൽകും? 15 സംവത്സരം കൂട്ടി നൽകും എന്നുള്ളത്. പ്രിയരെ, ഹിസ്കിയാവിനെ സംബന്ധിച്ച് ദൈവം ഒരു തീരുമാനമെടുത്തു. ഇനി അവൻ ആയുസ് ബാക്കിയില്ല എന്നുള്ള ഒരു തീരുമാനം. എന്നാൽ കണ്ണുനീരോടുകൂടെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ തീരുമാനത്തിൽ നിന്ന് മാറി. ദൈവം ഹിസ്കിയാവിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടി നൽകുന്നു. ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റാൻ മനുഷ്യന് പറ്റും. വേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ഉദാഹരണം യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, യോന നിനിവ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ജനത്തോട് പറയുകയാണ്, ഇനി 40 ദിവസം കഴിയുമ്പോൾ ദൈവം ഈ പട്ടണം ഉന്മൂലനാശം വരുത്തും, ദൈവം ഈ പട്ടണം നശിപ്പിച്ചു കളയും എന്ന് പറയുക.
നിനിവ നഗരത്തെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ ഒരു തീരുമാനമെടുത്തു. യോന പട്ടണത്തിലേക്ക് കടന്നു വന്ന് അവരോട് സംസാരിച്ചതിന് ശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം ദൈവം ഈ പട്ടണം നശിപ്പിച്ചു കളയും. എന്നാൽ നിനിവേ നിവാസികൾ എന്താ ചെയ്യുന്നത്? വലിയവൻ തൊട്ട് ചെറിയവൻ വരെ, രാജാവ് തൊട്ട് അടിമ വരെ, പ്രായമായവർ തൊട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ രട്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് അനുതാപമുള്ളൊരു ഹൃദയത്തോടുകൂടെ ദൈവത്തോട് നോമ്പ് നോറ്റു. അനുതാപമുള്ളൊരു ഹൃദയത്തോടുകൂടെ പരിശുദ്ധ നോമ്പ് നോറ്റു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുന്നത്? ദൈവം തന്റെ തീരുമാനത്തിൽ നിന്ന് മാറി 40 ദിവസം കഴിഞ്ഞു. നിനിവേ പട്ടണം നശിച്ചു പോയോ? നശിച്ചു പോയില്ല. കേൾക്കുന്ന ദൈവജനമേ, ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റാൻ മനുഷ്യന് പറ്റും. നമുക്ക് വേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കനാന്യക്കാരത്തിയെ പോലെ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഹിസ്കിയാവിനെ പോലെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. നിനിവേ നിവാസികളെ പോലെ അനുതാപമുള്ളൊരു ഹൃദയത്തോടുകൂടെ നോമ്പും ഉപവാസവും നോക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഹിന്ദു മിത്തോളജി അനുസരിച്ച് ഓരോ മനുഷ്യനും ജനിക്കുന്നതിന് മുൻപ് ദൈവം അവന്റെ തലയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ജനിക്കുന്ന സമയത്തൊക്കെ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും തലയിൽ ഓരോ വര ഉണ്ട്. ഈ വരയ്ക്കനുസരിച്ച് വേണമാണ് ദൈവം ഓരോ മനുഷ്യന്റെയും ജീവിതം ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം എന്നുള്ളത്. എന്നാൽ ദൈവജനമേ, വരച്ച ദൈവത്തെ കൊണ്ട് തന്നെ ഈ വര മാറ്റി വരപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ട 3 കാരണങ്ങൾ. കനാന്യക്കാരത്തെ പോലെ ഉറച്ച വിശ്വാസം നമുക്ക് വേണം. ഹിസ്കിയാവിനെ പോലെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. നിനിവേ നിവാസികളെ പോലെ അനുതാപമുള്ള ഒരു ഹൃദയത്തോടുകൂടെ നോമ്പ് നോക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 3-ാമതായിട്ട് ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3-ാമത്തെ കാരണം, അപ്പന്റെ സ്വഭാവമില്ലാത്ത മകനായിരുന്നു ആര്? ഏശാവ്. ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3-ാമത്തെ കാരണമാണ് അപ്പന്റെ സ്വഭാവമില്ലാത്ത മകനായിരുന്നു ആര്? ഏശാവ്. ഗോത്രപിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും നോക്കുമ്പോൾ നമുക്കറിയാം, ഈ 3 പേരിൽ വെച്ച് ഏറ്റവും കുറച്ചു മാത്രം വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ആര്? ഇസഹാക്ക് എന്ന് പറയുന്നത്. അബ്രഹാമിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും അധ്യായങ്ങളോളം പറഞ്ഞു നീങ്ങുമ്പോൾ ഇസഹാക്കിനെ ഒരു 1.5-2 അധ്യായങ്ങളിൽ മാത്രമായിട്ട് പറഞ്ഞ് ചുരുക്കുകയാണ്. എന്നാൽ ഇസഹാക്കിന്റെ ജീവിതത്തിലെ എല്ലാ പ്രത്യേകതകളും എല്ലാ ക്വാളിറ്റിയും ഈ 2 അധ്യായങ്ങളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇസഹാക്കിന്റെ ജീവിതത്തിലെ 1-ാമത്തെ പ്രത്യേകതയാണ് അപ്പന്റെയും അമ്മയുടെയും മനസ്സിന് സന്തോഷം കൊടുത്ത അനുസരണയുടെ മകനായിരുന്നു ആര്? ഇസഹാക്ക് എന്നുള്ളത്. അപ്പനായിരിക്കുന്ന അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ, ഞാൻ യാഗം കഴിക്കാനായിട്ട് പോവുക, നീ എൻ്റെ കൂടെ വരാനായിട്ട്. മോനൊന്നും മിണ്ടുന്നില്ല, അപ്പനോടുകൂടെ യാഗം കഴിക്കാനായിട്ട് പോകുന്നു. പോകുന്ന വഴിക്ക് മോൻ ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എവിടെയാ യാഗം കഴിക്കാനുള്ള ആട്ടിൻകുട്ടി? അപ്പൻ പറഞ്ഞു, മകനെ, അത് ആര് കരുതിക്കൊള്ളും? ദൈവം തമ്പുരാൻ കരുതിക്കൊള്ളും. അവിടെ ചെന്നു അപ്പനും മകനും ഒരുമിച്ച് യാഗപീഠം ഒരുക്കി അതിന്മേൽ വിറകൊക്കെ അടുക്കി കഴിഞ്ഞു. അപ്പൻ തന്റെ മകന്റെ കൈകാലുകൾ ബന്ധിച്ച് മോനെ എടുത്ത് എങ്ങോട്ട് കിടത്തുന്നു? ഈ യാഗപീഠത്തിൽ അടുക്കിയ വിറകിന്മേല് കിടത്തുകയാണ്. അവിടെ നിശബ്ദനായി കിടക്കുന്ന ഒരു ഇസഹാക്കിന്റെ ചിത്രമാ പ്രിയമുള്ളവരെ വേദപുസ്തകം നമുക്ക് മുൻപിലേക്ക് കാണിച്ചിരുന്നത്. ആ വിറകിന്മേൽ കിടന്ന് നിലവിളിക്കുക, അപ്പനെ പ്രാകുകയും ചെയ്യുന്ന ഒരു ഇസഹാക്കിനെ അല്ല വേദപുസ്തകം കാണിക്കുന്നത്. നിശബ്ദനായിട്ട് കിടന്ന് അപ്പന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്ന അനുസരണയുള്ള ഒരു മകന്റെ ചിത്രമാണ് വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പന്റെയും അമ്മയുടെയും മനസ്സിന് സന്തോഷം കൊടുത്ത അനുസരണയുടെ പുത്രനായിരുന്നു ആര്? ഇസഹാക്ക്. 2-ാമതായിട്ട് ഇസഹാക്കിന് നമുക്ക് കാണാവുന്ന 2-ാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. ക്ഷമയുടെ മകനായിരുന്നു ആര്? ഇസഹാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാ വേദഭാഗം വായിക്കുന്നത്. തന്റെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ചതിന് ശേഷം ഫെലിസ്തീർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് അവയ്ക്ക് തന്റെ അപ്പനിട്ടതായ അതേ പേര് തന്നെ ഇട്ടു. അതിന് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇസഹാക്ക് ആദ്യം ഒരു കിണർ കുഴിച്ചു, ആ കിണറ്റിൽ വെള്ളം കണ്ടു. വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ ഗെരാത്ത് ദേശത്തിലെ ഇടയന്മാർ വന്ന് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടിട്ട് പറഞ്ഞു, ഈ കിണർ ഞങ്ങളുടെയാ, അതുകൊണ്ട് ഞങ്ങളിത് നിങ്ങൾക്ക് തരത്തില്ല. ഇസഹാക്ക് ഒന്നും മിണ്ടുന്നില്ല. അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്ത് ചെല്ലുന്നു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു, അവിടെയും വെള്ളം കണ്ടു. വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഇടയന്മാർ വന്നിട്ട് അവനോട് ശണ്ടയിട്ടിട്ട് പറഞ്ഞു, ഈ കിണറും ആരുടെയാണ്? ഞങ്ങളുടെയാണ്.
ഇസ്ഹാക്ക് അവരോടും വഴക്കിന് പോകുന്നില്ല. അവൻ അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വന്നു. അവിടെ വന്നിട്ട് അവൻ വീണ്ടും മൂന്നാമത് മറ്റൊരു കിണർ കുഴിച്ചു. മൂന്നാമത്തെ കിണറ്റിലും വെള്ളം കണ്ടു. ആരും ശണ്ടയിടാൻ വരാഞ്ഞതുകൊണ്ട് ഇസ്ഹാക്ക് പറഞ്ഞു, ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വെള്ളമാണ് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ചെടി വയ്ക്കുവാനുള്ള കുഴിയെടുക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. അതിലും എത്രയോ ബുദ്ധിമുട്ടാണ് ഒരു വാഴ വയ്ക്കാനുള്ള കുഴിയെടുക്കുന്നത്. അതിലും എത്രയോ ബുദ്ധിമുട്ടാണ് ഒരു തെങ്ങ് വയ്ക്കാനുള്ള കുഴിയെടുക്കുന്നത്. അതിലും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്തെന്ന് പറയുന്നത്, കിണറുകൾ വെട്ടുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തെങ്ങ് വെക്കാനായിട്ട് ഒരു കുഴിയെടുത്തു. അതിൻ്റെ അകത്ത് അയൽക്കാരൻ കൊണ്ടുവന്ന് തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ തെങ്ങ് അങ്ങോട്ട് പിഴുതെടുത്തിട്ട് അതങ്ങോട്ട് ചുരുട്ടി അവൻ്റെ പുരയിടത്തിലോട്ട് എറിഞ്ഞിട്ട് പറയും, മേലാൽ എൻ്റെ പുരയിടത്തിൽ നീ കാല് കുത്തരുത്, നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും എന്നുള്ളത്. ഇങ്ങനെ നമുക്ക് അത്രയും ദേഷ്യം വരും. നമുക്ക് ഒരു തെങ്ങിൻ്റെ കുഴി പോയി കഴിഞ്ഞപ്പോൾ അത്രയും ദേഷ്യം വന്നാൽ ഈ ഇസ്ഹാക്കിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 3 കിണർ വെട്ടിയിട്ടും ക്ഷമയോടുകൂടെ നിൽക്കുന്ന മനുഷ്യനാണ് ആര്? ഇസ്ഹാക്ക്. ക്ഷമയുടെ പുത്രനായിരുന്നു ആര്? ഇസ്ഹാക്ക്. 2 ക്വാളിറ്റീസാണ് നമ്മൾ ഇസ്ഹാക്കിൽ കണ്ടത്. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പന്റെയും അമ്മയുടെയും മനസ്സിന് സന്തോഷം കൊടുത്ത അനുസരണയുടെ പുത്രനായിരുന്നു ഇസ്ഹാക്ക്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ഷമയുടെ പുത്രനായിരുന്നു ആര്? ഇസ്ഹാക്ക്. എന്നാൽ അപ്പനായിരിക്കുന്ന ഇസ്ഹാക്കിൽ കണ്ട ഈ 2 പ്രത്യേകതകളും മകനായിരിക്കുന്ന ഏശാവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 34-ും 35 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസുമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനത്തിന് കാരണമായി തീർന്നു. അപ്പനായിരിക്കുന്ന ഇസ്ഹാക്ക് മാതാപിതാക്കളുടെ മനസ്സിന് സന്തോഷം കൊടുത്ത അനുസരണയുടെ മകനായിരുന്നുവെങ്കിൽ മകനായിരിക്കുന്ന ഏശാവ് എന്താ കൊടുക്കുന്നത്? അപ്പന്റെയും അമ്മയുടെയും മനസ്സിന് വേദനയാണ് കൊടുക്കുന്നത്. രണ്ടാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്റെ സഹോദരൻ, തന്റെ അനുജനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെയാ ഏശാവ് പറയുന്നത്, എൻ്റെ അപ്പനെ കുറിച്ചുള്ള വിലാപകാലം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ കൊല്ലും എന്നാ പറയുന്നത്. അപ്പം 3 കിണർ വെട്ടിയിട്ടും ക്ഷമിക്കുന്നവനായിരുന്നു. എന്നാൽ മകനോ തൻ്റെ സ്വന്തം സഹോദരനെ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുക. പ്രിയമുള്ളവരെ, ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3-ാമത്തെ കാരണം അപ്പന്റെ സ്വഭാവമില്ലാത്ത മകനായിരുന്നു ആര്? ഏശാവ് എന്നുള്ളത്. മക്കൾക്ക് അപ്പന്റെ സ്വഭാവം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ദൈവം എന്താ ചെയ്യുന്നതെന്ന് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏലി പുരോഹിതന്റെ മക്കൾക്ക് അപ്പനായിരിക്കുന്ന ഏലിയുടെ ഒരു സ്വഭാവം ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് അവിടെ നാം വായിക്കുന്നത്. ഇങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്, ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്താ അവിടെ വായിക്കുന്നത്? ഏലി പുരോഹിതൻ നിഷ്ഠയോടുകൂടെ ദൈവസന്നിധി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഏലി പുരോഹിതനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും നിത്യം എൻ്റെ സന്നിധിയിൽ എന്നെ പരിചരിക്കുക. ഏലി പുരോഹിതന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. എൻ്റെ സന്നിധി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എപ്പോഴും നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. നിന്റെ കുടുംബത്തിലുള്ളവരായിരിക്കും എപ്പോഴും എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഏലി പുരോഹിതന്റെ മക്കൾക്ക് അപ്പന്റെ സ്വഭാവം ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? യഹോവയാം ദൈവം പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, അത് ശരിയാണ്, എന്നാൽ ഇപ്പോഴോ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവരെന്തായി തീരും? നിന്ദിതരായിട്ട് തീരും. മക്കൾക്ക് അപ്പന്റെ സ്വഭാവം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ദൈവം നൽകിയ അനുഗ്രഹത്തെ തിരിച്ചെടുക്കുകയും ആ കുടുംബത്തിന് സർവനാശം വരുത്തുകയും ചെയ്യും. ഏലി പുരോഹിതന്റെ 2 മക്കളും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. മക്കളുടെ മരണവാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരുന്ന കസേരയിൽ നിന്ന് പുറകിലേക്ക് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് ആരും മരിക്കുന്നു? ഏലി പുരോഹിതനും മരിക്കുന്നു. തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് അപ്പന്റെ സ്വഭാവം ഇല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ യഹോവയാം ദൈവം ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഇതാ ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട്
മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ദൈവം ഇസ്രായേലിനെ ചൊല്ലി നിലവിളിക്കുകയാണ്, കാള തന്റെ യജമാനനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മുടെ പിതാവ് ആരാണ്? നസ്രയനായിരിക്കുന്ന ക്രിസ്തു. അവന്റെ ഒരു സ്വഭാവമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ അപ്പനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു സ്വഭാവമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പന്റെ സ്വഭാവമില്ലാത്ത മക്കളായിട്ടാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നതെങ്കിൽ സ്വർഗം നമ്മെ ചൊല്ലിയും നിലവിളിക്കും, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഇതാ ഞാൻ എൻ്റെ ജീവൻ നൽകി വിലയ്ക്ക് വാങ്ങിയ എൻ്റെ ജനം, ഇതാ ഞാൻ എൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ എൻ്റെ ജനം, അവരെന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം നമ്മളെ ചൊല്ലിയും നിലവിളിക്കും. വേദപുസ്തകം എടുത്ത് നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ അപ്പൻ മക്കൾ ബന്ധം ഒത്തിരി ഉപമകളിലൂടെ ഒക്കെ തമ്പുരാൻ പറയുന്നുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമയിൽ മൂത്ത പുത്രനെ കുറിച്ചും ഇളയ മകനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ രണ്ട് മക്കളും അപ്പന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചവരാണ്. മറ്റൊരു ഉപമ കർത്താവ് തമ്പുരാൻ പറയുന്നിടത്ത് പിതാവ് തന്റെ മക്കളുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ നീ എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അനുദപിച്ച് വേല ചെയ്യാനായിട്ട് പോയി. രണ്ടാമത്തവന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ നീ പോയി വേല ചെയ്യുക. അവൻ പറഞ്ഞു, അപ്പ ഞാൻ പോകാമെന്നൊക്കെ സമ്മതിച്ചു, പക്ഷെ അവൻ പോയില്ലതാ. ഈ രണ്ട് മക്കളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അപ്പന്റെ മനസ്സിന് വേദന കൊടുത്തവരാണ്. അതുകൊണ്ട് നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ 4 മക്കളെയുമല്ല, നമ്മൾ മാതൃകയാക്കേണ്ടത് 5ാമതൊരു പുത്രനെയാണ്. അപ്പന്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നവൻ, അപ്പൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭൂമിയിൽ പഠിപ്പിച്ചവനായിരിക്കുന്ന ഒരു മകൻ, അപ്പന്റെ ഇഷ്ടമനുസരിച്ച് അപ്പൻ സ്നേഹിച്ച തന്റെ ജനത്തിന് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുത്ത ഒരു മകൻ, നസ്രയനായിരിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അവൻ കാണിച്ചു തന്ന ഒരു സ്വഭാവമെങ്കിലും പകർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പരിധി വെക്കട്ടെ. ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3 കാരണങ്ങളാണ് നാം ചിന്തിച്ചത്. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ കാരണം, ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ കർമ്മം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നിലവിളിക്കേണ്ടതായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജന്മം കൊണ്ട് കിട്ടിയതിനെ കർമ്മത്തിൽ നിലനിർത്തണം, ജന്മം കൊണ്ട് കിട്ടാത്തതിനെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നേടിയെടുക്കണം. രണ്ടാമതായിട്ട് ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 2ാമത്തെ കാരണം, തന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ദൈവിക മുന്നറിയിപ്പിനെ ആര് അവഗണിക്കുന്നു? ഏശാവ് അവഗണിക്കുന്നു. ദൈവം എടുത്ത തീരുമാനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റാൻ തക്കവണ്ണം മനുഷ്യന് പറ്റും. നമുക്ക് വേണ്ടതായ 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാ? കനാനിക്കാരത്തെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരായിട്ട് തീരണം, ഹിസ്കിയാവിനെ പോലെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം, നിനിവേ നിവാസികളെ പോലെ അനുതാപമുള്ളൊരു ഹൃദയത്തോടുകൂടെ നോമ്പ് നോക്കുന്നവരായിട്ട് തീരണം. മൂന്നാമതായിട്ട് ഏശാവിനെ നിലവിളിയിലേക്ക് നയിച്ച 3ാമത്തെ കാരണം എന്നുള്ളത്, അപ്പന്റെ സ്വഭാവമില്ലാത്ത മകനായിരുന്നു ആര്? ഏശാവ്. നമ്മുടെ പിതാവ് നസ്രയനായിരിക്കുന്ന ക്രിസ്തു, ആ അപ്പന്റെ ഒരു സ്വഭാവമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പിതാക്കന്മാര് നമ്മളോട് പറയുന്നത് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ ഓരോ ദിവസവും കണ്ണുനീരോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പക്ഷെ ഒരിക്കലും നമ്മുടെ കരച്ചിൽ എന്നുള്ളത് നിലവിളിയിലേക്ക് വഴിമാറരുത്. കാരണം ഈ കരച്ചിലും നിലവിളിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കരച്ചിൽ എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ സമയത്ത് നമ്മൾ കരയുന്നുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മൾ കരയും. എന്നാൽ നിലവിളി എന്ന് പറയുന്നത് ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ മാത്രമാണ് അവൻ നിലവിളിക്കുന്നത്. കരച്ചിലിനപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട്, പക്ഷെ നിലവിളിക്കപ്പുറത്തൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ല. സകലതും അസ്തമിച്ച് കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ നിലവിളിക്കുക. അതുകൊണ്ട് നമ്മൾ കരഞ്ഞു വേണം പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരയണം, പക്ഷെ ഒരിക്കലും നിലവിളിയിലേക്ക് പോകരുത്. നിലവിളിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ തക്കവണ്ണം 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്താണ്? ജന്മം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തെ ഒരിക്കലും കർമ്മം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ചില ദൈവിക മുന്നറിയിപ്പൊക്കെ ഉണ്ട്, അതിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. മൂന്നാമതായിട്ട് അപ്പന്റെ സ്വഭാവമുള്ള നല്ല മക്കളായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം നൽകിയ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി അറിയിക്കുന്നു.
അതേ രീതിയിൽ തന്നെ ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച് കേട്ടിരുന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.